നമുക്കിന്നൊരു എയർ ഡയർ ക്ലേ ഉണ്ടാക്കിയാലോ. അതിന് ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. ഞാൻ ഇന്നൊരു കോൺഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കടയിൽ പോയപ്പോൾ. 1/2 കിലോ 36 രൂപയാണ്. കോൺഫ്ലവർ വേണം, പിന്നെ നമുക്ക് വിനീഗർ ആവശ്യമുണ്ട്, പിന്നെ ഗ്ലൂ വേണം, പിന്നെ എണ്ണ വേണം, കോക്കനട്ട് ഓയിലാണ്. ഞാൻ എടുക്കുന്നത് 2 സ്പൂൺ കോൺഫ്ലവറാണ്. 2 സ്പൂൺ കോൺഫ്ലവറിന് 1 സ്പൂൺ ഗ്ലൂ എന്ന അളവിന് എടുക്കണം. നിങ്ങളല്ലെങ്കിൽ ഗ്ലൂ പയ്യെ ഒഴിച്ച് അതിൻ്റെ അളവ് അനുസരിച്ച് എടുത്താലും മതി. ഈ ഗ്ലൂവും കോൺഫ്ലവറും ആവശ്യമാണ്. ഈ വിനീഗറും ഈ ഓയിലും അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഈ ഓയിൽ ഒഴിക്കുന്നത് നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനും, വിനീഗർ ഒഴിക്കുന്നത് കുറേ നാൾ അത് തൊലഞ്ഞു പോവാതെ ഇരിക്കാനുമാണ് അതൊഴിക്കുന്നത്. പിന്നെ ഈ വിനീഗറൊക്കെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ നമ്മൾ ഇത് എല്ലാം കൂടെ ഈ പശയും കോൺഫ്ലവറും കൂടെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേ നേരം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനത്തെ ഒരു പരുവത്തിലൊക്കെ ആകുമ്പം നമുക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. വിനീഗർ ഒരു 1/2 സ്പൂൺ എന്ന അളവിൽ വേണം ഒഴിച്ച് കൊടുക്കാൻ. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ വെച്ച് മിക്സ് ചെയ്യണം. ആദ്യം മുതൽ കൈ വെച്ച് മിക്സ് ചെയ്താൽ നമ്മൾ ഈ പശ ഒഴിക്കണതുകൊണ്ട് അത് ഭയങ്കര കയ്യിലൊക്കെ ഒട്ടി പിടിക്കും. കുറച്ച് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ലപോലെ കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഗ്ലൂ കൂടിപ്പോയാൽ കുറച്ച് കോൺഫ്ലവർ ഇടുക, ഗ്ലൂ കുറഞ്ഞു പോയാൽ കുറച്ച് ഗ്ലൂ കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു നല്ല കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കാത്തൊരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ എല്ലായിടത്തും ആ വിനീഗറും എല്ലാം പിടിക്കുന്ന രീതിയിലായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കുക. അധികം ഒഴിച്ചാൽ ക്ലേ ചിലപ്പോൾ ലൂസായി പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് ഒഴിച്ച് നല്ലപോലെ അതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. ഞാൻ ആദ്യത്തെ പരീക്ഷണം ആയതുകൊണ്ട് കുറച്ച് ആദ്യം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് എങ്ങനെയാണ് സൂക്ഷിച്ച് വയ്ക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, ഞാൻ സൂക്ഷിച്ച് വയ്ക്കുന്നത് എണ്ണ ഒഴിച്ച് ഒരു കവറിലാക്കിയാണ്. പിന്നെ ഇത്രയും സക്സസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല കണ്ടീഷനൊക്കെ ഉണ്ട്. എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇനി ക്ലേ വെച്ചുള്ള കുറേ വീഡിയോസൊക്കെ വരുന്നതാണ്. ഞാൻ ഒരു പോളിടാം. നിങ്ങൾക്ക് ഈ ക്ലേ വെച്ച് എന്തൊരു ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എണ്ണ മുകളിൽ ഫുൾ തടവി കൊടുത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ, നിങ്ങൾ വീട്ടിലൊരു പ്ലാസ്റ്റിക് കവർ കാണുമല്ലോ, ആ പ്ലാസ്റ്റിക് കവറിലെടുത്ത് ഇട്ടതിന് ശേഷം നല്ല കാറ്റൊന്നും കയറാത്ത എയർ ഡയർ ഒരു ടിന്നിലിട്ട് നമുക്കത് അടച്ച് വയ്ക്കാവുന്നതാണ്. ക്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റും